സാർ നമ്മുടെ ഈ ഒരു ആർക്കിടെക്ചറൽ ഡിസൈൻ പ്രാക്ടീസിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എപ്പോഴും തോന്നുന്ന ഒരു ചാലഞ്ചായിട്ട് തോന്നുന്നത് നമ്മുടെ ഒരു വീടിൻ്റെ ഒരു സെഗ്മെൻറ്റിനെ കുറിച്ചായിട്ടാണ് ഞാൻ പറയുന്നത്. വീടുകൾ ചെയ്യാൻ ഇന്ന് ഈ മുനിസിപ്പാലിറ്റി ഓഫീസിൻ്റെ പുറത്തും അല്ലെങ്കിൽ പലപ്പോഴും കോൺട്രാക്ടേഴ്സ് തന്നെ ഈ വർക്ക് ഏറ്റെടുക്കാൻ റെഡി ആയിട്ടുമൊക്കെ നിൽക്കുന്നുണ്ട്. ഒരു ആർക്കിടെക്റ്റ് ആഡ് ചെയ്യുന്ന വാല്യൂ എന്താണെന്ന് ചിലപ്പോൾ പലപ്പോഴും പല ക്ലയൻസിലേക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആർക്കിടെക്ട്സും എന്നെ പോലെയുള്ള ആൾക്കാരും ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ചാണ്. സാർ എങ്ങനെയാണ് ഈ ഒരു ചാലഞ്ചിനെ ഫേസ് ചെയ്യുന്നത്? എന്താണ് ഒരു ആർക്കിടെക്റ്റ് ശരിക്കും പറഞ്ഞ ഒരു വീടിൻ്റെ ഡിസൈനിലേക്ക് ആഡ് ചെയ്യുന്ന ഒരു വാല്യൂ? ഇപ്പം പഴയ കാലത്ത് അത് പറയാനായിട്ട് ഭയങ്കര പ്രയാസമായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് ഇപ്പോഴത്തെ തലമുറയിലാണെങ്കിൽ പോലും അത് കുറച്ചുകൂടെ കമ്മ്യൂണിക്കേറ്റഡ് ആണ്. വാല്യൂ എന്താണെന്നുള്ളത്, വാട്ട് ഈസ് ഒരു ആംബിയൻസിനുള്ളൊരു വാല്യൂ എന്താണ്. ഇപ്പോൾ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ കഴിക്കാൻ പോകുമ്പോഴാണെങ്കിലും, പണ്ടാണെങ്കിൽ നമുക്ക് അപ്പുറത്തെ ചായക്കടയിൽ പോകാം, ഇവിടെ പോകാം എന്ന് പറയുന്ന ഫുഡിൻ്റെ വാല്യൂ മാത്രമായിരുന്നു. പക്ഷേ ഇന്നിപ്പം ഏതൊരു സാഹചര്യത്തിൽ നമ്മൾ കയറി ചെന്നാലും ആംബിയൻസിനൊരു വാല്യൂ ഉണ്ട്. അപ്പം ഈ വാല്യൂ എന്ന് പറയുമ്പോൾ അതിനൊരു മുതൽ മുടക്ക് ഉണ്ട്. സംബഡി നോളജബിൾ ഇൻ ദാറ്റ് ഹാസ് ടു ഡൂ ദ ഡിസൈൻ എന്നുള്ള രീതിയിൽ. അപ്പം അങ്ങനെ വന്ന് ഇന്നിപ്പം ആർക്കിടെക്ട്സിന് അവരുടെ ഇത് പ്രൊമോട്ട് ചെയ്യാനോ പ്രൊജക്റ്റ് ചെയ്യാനോ ഇത്രയും എളുപ്പമാണ്. അപ്പം ഇന്നത്തെ സമൂഹത്തിനടുത്ത് ഇപ്പോൾ ഒരു ഡിസൈനർ വേറെ നമ്മൾ ഇപ്പം ഒരു ഡിസൈനർ ബ്രാൻഡ് നമ്മൾ ധരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഡിസൈനർ ബ്രാൻഡ് ധരിക്കണം? നാളെ മറിച്ചാൽ പോരെ നാളെ. അതെ എന്ന് പറഞ്ഞ ആ പ്രാക്ടിക്കാലിറ്റി, ആ ഫ്രൂഗലിസത്തിൽ നിന്ന് കുറച്ചുകൂടെ അത് നമ്മുടെ അതിനേക്കാൾ ഉപരി വൈ നോട്ട് എന്നുള്ള രീതിയിലോട്ട്, ഈവൻ ഇഫ് നമ്മളൊരു ഇൻകം സ്ട്രേറ്റയിൽ നമ്മൾ കുറഞ്ഞത് ആണെന്ന് പറഞ്ഞാൽ പോലും നല്ല രീതിയിലൊന്ന് വേഷം ധരിക്കാൻ, നല്ല രീതിയിലൊന്ന് പ്രസൻറ്റ് ചെയ്യാനായിട്ട്, നല്ല രീതിയിൽ ഒരു സലൂണിൽ പോയി നല്ലൊരു പ്രോപ്പർ ഗെറ്റപ്പിൽ നിൽക്കാനായിട്ട്, യു വെയർ ആൻ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന പോലെ ആ ഒരു നല്ല രീതിയിൽ എന്ന് നടക്കാനായിട്ടുള്ളൊരു ശ്രമം ഇന്ന് സമൂഹത്തിൽ എല്ലാവരും അതിൻ്റെ അകത്ത് ശ്രമിക്കാറുണ്ട്, അല്ലെങ്കിൽ ആഗ്രഹിക്കാറുണ്ട്. അതുകൊണ്ട് ഇന്നിപ്പം ആർക്കിടെക്ചറിനെ സെല്ല് ചെയ്യാനായിട്ട്, അതായത് ആർക്കിടെക്ചർ ഒരു ഡിസൈൻ വാല്യൂവിനെ സെല്ല് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല. ഇന്നിപ്പം എല്ലാവർക്കും അതിൻ്റെ ഒരു നീഡ് ഓൾമോസ്റ്റ് ഇപ്പം ഞാൻ നേരിടുന്ന അല്ലെ നമ്മൾ സമീപിക്കുന്ന എല്ലാ ആൾക്കാരിലും ആ ഒരു ഇന്ന ആർക്കിടെക്റ്റ് അല്ലെങ്കിൽ മറ്റൊരു ആർക്കിടെക്റ്റ്. അപ്പോൾ ഇവിടെ ഇന്നിപ്പം ആരുടെ വൈബാണ് ആരുടെ വൈബിലോട്ട് ഒത്തുപോകുന്നത് എന്നാണ് ഇന്നത്തെ ചിന്ത വരുന്നത്. പക്ഷേ ഞാൻ തുടങ്ങിയ കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നില്ല. അന്ന് നമ്മൾ വി ഹാഡ് ടു സെൽ ദ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഈ പ്രൊഫഷനെ എങ്ങനെ നമ്മൾ മാർക്കറ്റ് ചെയ്യും, ഞാനൊരു ആർക്കിടെക്റ്റാണ്, എന്താണ് ഒരു ആർക്കിടെക്റ്റ് ചെയ്യുന്നത്. ഇന്നിപ്പം ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. ഈ ആർക്കിടെക്റ്റിൻ്റെ ഒരു സേവനം എന്താണ്, ആർക്കിടെക്റ്റ് കൊണ്ടുവരുന്ന ഡിഫറൻസ് എന്താണ് എന്നുള്ളത്. ഞാൻ പലപ്പോഴും ഈ നമുക്ക് കോളുകൾ വരുന്ന ആൾക്കാരുടെ ഒരു സ്വഭാവത്തിൻ്റെ ബേസിസിലാണ് ഞാൻ ഇവരോട് ആർക്കിടെക്റ്റിൻ്റെ വാല്യൂ ആഡ് ചെയ്യാനുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എൻ്റെ ഭാഗത്തുനിന്ന് പോകുന്നത്. ഇപ്പോൾ സാറ് പറഞ്ഞൊരു എക്സാമ്പിൾ ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശമെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വട റോഡ് സൈഡിൽ നിന്ന് മേടിച്ച് കഴിച്ചാൽ മതി. പക്ഷേ ഇന്ന് നമ്മൾ അതിനേക്കാളും ഉപരി ആൾക്കാർ ആഗ്രഹിക്കുന്നത് ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ്. അവർ ചിലപ്പം ആ ഒരു നല്ലൊരു ഹോട്ടലിൽ പോകുന്നതിനോ അല്ലെങ്കിൽ അവർക്ക് അഫോർഡ് ചെയ്യാവുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പോയി നമ്മൾ കഴിക്കുന്നതിൻ്റെ പുറകിലുള്ള ലോജിക്ക് എന്ന് പറഞ്ഞാൽ ഭക്ഷണം വിശപ്പടക്കുക എന്നുള്ളത് മാത്രമല്ല, മറിച്ച് ഒരു എക്സ്പീരിയൻസും കൂടെ അവിടെ ആകുകയാണ്. അതുകൊണ്ട് ആ ഹോട്ടലിൻ്റെ എന്താണോ മെനുവിൽ വെച്ചിരിക്കുന്ന കോസ്റ്റ് നമ്മളത് കൊടുക്കുകയാണ്. ഇതുപോലെ തന്നെ ഡ്രസ്സിൻ്റെ കേസിലും നാണം മറയ്ക്കുക എന്നുള്ളതാണ് ഉദ്ദേശമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വഴി കൂടെ ലുങ്കി ഇട്ടാണെങ്കിലും നടന്നാൽ മതിയല്ലോ. അതല്ല നമ്മുടെ ഉദ്ദേശം. നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ വിശ്വസിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ഡ്രസ്സിങ്ങിലൂടെ പുറത്തോട്ട് വരുന്നു. ബാക്കിയുള്ളവർ എങ്ങനെയാണ് നമ്മളെ മാനിക്കേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് നമ്മുടെ ഡ്രസ്സിങ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ഒന്നും പറയാതെ തന്നെ. ഇതാണ് ഡ്രസ്സിങ്ങിൻ്റെ സെയിം വിത്ത് ആർക്കിടെക്ചർ. അതായത് എൻ്റെ ഒരു ഇതിൽ നമ്മളൊരു വീട് വയ്ക്കുന്നു. ആ വീട് വയ്ക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുന്ന സാധനങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ നമ്മളെക്കാളും അതിലോട്ടൊരു ചായ്വുള്ള ഒരു വ്യക്തി, എക്സ്പീരിയൻസ് ഉള്ളൊരു വ്യക്തി നമ്മുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു സംഭവം. നമ്മളിപ്പോൾ ഒരു തയ്യൽക്കാരൻ്റെ കടയിൽ പോയിട്ട് ഇത് എത്ര സ്റ്റിച്ച് വേണം എന്നല്ലല്ലോ നമ്മൾ പറയണേ. നമുക്ക് ഇന്ന ഒരു സാധനം വേണം, അല്ലെങ്കിൽ നമ്മളൊരു റെഡിമെയ്ഡ് പോയിട്ട് മേടിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം ഇത്രയല്ലേ വരുന്നുള്ളൂ. സിമിലർലിയാണ് ഞാൻ ആർക്കിടെക്റ്റ്. ഇപ്പം ഞാൻ ഈ ഒരു സാധനം പറയുമ്പോൾ ജനറലി അത്രമാത്രം ബഡ്ജറ്റിൽ കൺസ്ട്രെയിൻഡ് ഉള്ള ആൾക്കാരല്ലെങ്കിൽ അവർ ഈ ഒരു ആംഗിളിലോട്ട് പോകും. പക്ഷെ നമുക്ക് വരുന്ന ക്ലയൻസിൽ കുറേ പേർക്ക് ശരിക്കും പറഞ്ഞാൽ അവരുടെ മേളിലൊരു റൂഫ് മാത്രം മതി എന്ന് ചിന്തിക്കുന്ന ഒരു കാറ്റഗറി ഉണ്ട്. അവർക്ക് ചിലപ്പോൾ ഒരു ആർക്കിടെക്റ്റിനെ അഫോർഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഈ പറഞ്ഞ ഒരു നല്ലൊരു സിഗ്നിഫിക്കൻ്റ് ആൾക്കാർക്കും ഇത് പറ്റാറുണ്ട്.
സാർ ഞാൻ ഇതിൻ്റെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു തുടർച്ചയായിട്ട് ഞാൻ ചോദിക്കട്ടെ, എങ്ങനെ ആർക്കിടെക്ട്സ് ഒരു ക്ലയൻസിനെ ചാർജ് ചെയ്യുന്നത്? അതിൻ്റെ ഒരു മാനദണ്ഡം എന്താണ്? ഞാൻ അതിൻ്റെ ഒരു ഡിസൈൻ പ്രോസസ്സ് ആദ്യമേ എക്സ്പ്ലെയിൻ ചെയ്യാം എന്ന് പറഞ്ഞാൽ, എന്നാൽ മാത്രമേ നമ്മൾ അതിൻ്റെ ഒരു റെമ്യൂണറേഷൻ പാർട്ടിനോട്ടൊരു നീതി പുലർത്താൻ നമുക്ക് പറ്റത്തുള്ളൂ. സാധാരണ ഒരു ക്ലയൻറ്റ് നമ്മളെ സമീപിക്കുമ്പോൾ നമ്മൾ അവരുടെ ആവശ്യങ്ങളും അവരുടെ ആഗ്രഹങ്ങളെല്ലാം നമ്മളൊന്ന് മനസ്സിലാക്കിയെടുക്കും. അപ്പം ഇത് തന്നെ ഒരു ചലഞ്ചാണ് എന്ന് പറഞ്ഞാൽ, ഒരു ഏതാണ്ട് ഞാൻ പറയും ഒരു ഇക്വേറ്റ് ചെയ്യണമെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ലെവലിൽ തന്നെയായിരിക്കും. കാരണം നമ്മുടെ മുമ്പ് ഇരിക്കുന്ന ആളിനെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക, ഒരു ഡിസൈൻ്റെ ഇംപ്രസീവ്നെസ് അല്ലെങ്കിൽ ഡിസൈൻ്റെ ഒരു ലോജിക്കൽ കൺക്ലൂഷൻ ഉണ്ടല്ലോ, ഇതെപ്പോഴും സ്പോട്ട് ഓൺ ബാങ്ക് ചെയ്യുന്നത് നമ്മൾ ഈ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തിയെ മനസ്സിലാക്കുമ്പോഴാണ്. സോ ഇതിൻ്റെ അകത്ത് ഡിസൈൻ്റെ ഇംപ്രസീവ്നെസ് അല്ലെങ്കിൽ അവരുടെ സന്തോഷം വരുന്നത് ഇത് എത്രത്തോളം നമുക്ക് ഓപ്പോസിറ്റിലിരിക്കുന്ന ആളെ എത്ര മനസ്സിലാക്കാൻ പറ്റുന്നു അത്രയാണ് ഇതിൻ്റെ ഒരു ലെവൽ ഓഫ് അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു ഇതിൽ. അപ്പം ഈ ഡിസൈൻ പ്രോസസ്സ് ഭയങ്കര ഒരു കോംപ്ലിക്കേറ്റഡ് സാധനം, അത്ര എളുപ്പമൊന്നും അല്ല അത്. അപ്പം നമുക്ക് ഒരു കുറേ സമയം നമുക്ക് ഇവരുമായിട്ട് സംസാരിക്കേണ്ടി വരും. ഇവർക്കും രണ്ടുപേരും എന്ന് പറയുക ഇതൊരു വൺ മാൻ ഷോ അല്ല ഇത്. ഞാനൊക്കെ പറഞ്ഞത് ഇതൊരു കൊളാബറേറ്റീവ് എഫർട്ടാണ്. അതായത് ക്ലയൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയല്ല, ഒരു കുടുംബമാണ്. ആ കുടുംബത്തിൽ ആരൊക്കെയാണോ തീരുമാനമെടുക്കാൻ കെൽപ്പുള്ളത് അല്ലെങ്കിൽ അതിൻ്റെ ഉപഭോക്താക്കൾ ആരൊക്കെയാണോ അവരെല്ലാവരുമാണ് ഈ ക്ലയൻ്റ് എന്ന് പറഞ്ഞ ഒറ്റ വാക്കിൽ വരുന്നത്. അപ്പം അത് സ്പോൺസർ ചെയ്യുന്ന ഗൃഹനാഥൻ മാത്രമല്ല, എൻ്റെ അത് തീരുമാനം എടുക്കുന്ന കുട്ടികൾ ഉൾപ്പെടെയാണ് എൻ്റെ വീട് എനിക്കുള്ള സ്പേസ് ഇന്നതാവണം എന്നുള്ള തോട്ട്. ഇത്രയാണ് ഇതിൻ്റെ അകത്തുള്ള പാരമീറ്റേഴ്സ്. ഇവരുടെ എല്ലാം ആവശ്യങ്ങൾ, ഇവരുടെ എല്ലാ ആഗ്രഹങ്ങളും നമ്മൾ മനസ്സിലാക്കി നമ്മൾ അതിൻ്റെ അകത്തൊരു ചാനലൈസറായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഇവരുടെ ആഗ്രഹങ്ങളെ നമ്മൾ ഇവരുടെ എന്താ പറയുക, ഇംഗ്ലീഷിൽ പറയുന്ന പോലെ വി സ്റ്റാൻഡ് ഇൻ ദെയർ ഷൂസ് ആൻഡ് ദെൻ ഡിസൈൻ. അതായത് അവരുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് അവരാഗ്രഹിക്കുന്ന വീട് എന്താണോ അതാണ് ശരിക്കും പറഞ്ഞാൽ മിക്ക ആർക്കിടെക്ട്സും ചെയ്യുന്നത് അത് തന്നെയാണ്. അപ്പം ഓപ്പോസിറ്റിലിരിക്കുന്ന ആളെ മനസ്സിലാക്കി, അപ്പോൾ ഇതിനകത്തൊരു നല്ല സമയം ചിലവാക്കി ഉള്ളൊരു പ്രോസസ്സാണ്. അപ്പോൾ ഇതിനകത്ത് പെർസെൻറ്റേജസ് വൈസാണ് മിക്കപ്പോഴും ആർക്കിടെക്ട്സ് ചാർജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് സ്ക്വയർ ഫീറ്റ് കണക്കിലൊക്കെ പറയപ്പെടാറുണ്ട്. അത് ഈ പറഞ്ഞ ഇൻവോൾവ്മെൻറ്റും ഈ പറഞ്ഞ ഔട്ട്പുട്ടും കണക്കിലെടുത്താണ്. എന്ന് പറഞ്ഞാൽ എല്ലാ ആർക്കിടെക്ട്സും എന്താ പറയുക യുണീക്ക് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഇതുണ്ട്. എല്ലാവരും സമൂഹത്തിൽ വ്യത്യസ്തനായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. 90% ആൾക്കാരെ ബ്ലെൻഡ് ചെയ്ത് പോകാനും എന്നാൽ വൃത്തിയായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിത്വങ്ങളാണ് സമൂഹത്തിലുള്ളത്. അതേ സ്വഭാവം തന്നെയാണ് ഒരു വീടിനുള്ളത്. അപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോഴും ഇതേ സ്വഭാവത്തിൽ തന്നെയാണ് നമ്മൾ വരയ്ക്കുന്നതും. അപ്പം ചില ആൾക്കാർ വരുവാണ് എനിക്ക് വ്യത്യസ്തനായിട്ട് നിൽക്കണം എന്ന് പറയുന്നത്. ആ വ്യത്യസ്തനായിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് അതിൻ്റെ അകത്ത് ഇൻവോൾവ്മെൻറ്റ് കുറച്ചുകൂടി കൂടുതൽ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കേസ് ടു കേസ് ഡിഫർ ചെയ്യുന്നുണ്ട്, ആർക്കിടെക്ട് ടു ആർക്കിടെക്ട് ഡിഫർ ചെയ്യുന്നുണ്ട്. അങ്ങനെ പല ആർക്കിടെക്ട്സ് പല രീതിയിലാണ് ഇതിൻ്റെ അകത്തൊരു ചാർജിങ് ഇത് വരുന്നത്. അത് ഓരോരുത്തർ, ചിലരാണെങ്കിൽ ഈ വ്യത്യസ്തനായിട്ട് നിൽക്കുന്ന സാഹചര്യങ്ങൾ മാത്രം എടുക്കുന്ന ആർക്കിടെക്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ ബ്ലെൻഡ് ചെയ്ത് പോകുന്ന മാത്രം എടുക്കുന്ന പ്രോജക്ട്സ് എടുക്കുന്നവർ മാത്രമുണ്ട്. അത് എല്ലാവരും അവരവരെ ഡിഫൈൻ ചെയ്യാൻ പ്രാപ്തരാണ്. എല്ലാ ആർക്കിടെക്ട്സും അവരെ ഡിഫൈൻ ചെയ്യും, ഇതിങ്ങനെയാണ് ഞങ്ങളുടെ ഒരു പ്രോസസ്സ് എന്നുള്ള രീതിയിൽ. അങ്ങനെയാണ് ഒരു ക്ലയൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരുമായിട്ട് നമ്മൾ ഈ സുതാര്യത എന്ന് പറയത്തില്ലേ, നമ്മളൊരു റിലേഷൻഷിപ്പ് പോലെയാണ്. നമ്മൾ അവരെ ഒന്ന് കംഫർട്ടബിൾ ആക്കുന്നതിൻ്റെ പ്രോസസ്സിൽ എല്ലാവരും എല്ലാ ആർക്കിടെക്ട്സും അവരെ ഒന്ന് എക്സ്പ്രസ് ചെയ്യും. ഓപ്പോസിറ്റിലിരിക്കുന്ന ക്ലയൻറ്റും പറയും ഇതാണ് ഞങ്ങളുടെ ആവശ്യം. ഇങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് നമ്മളൊരു സമന്വയതയിൽ അല്ലെങ്കിൽ ഓക്കെ നമ്മൾ തമ്മിൽ ഒരുമിച്ച് പോവും, ഈ ഒരു യാത്രയിൽ നമുക്ക് മുന്നോട്ട് പോകാം എന്ന് പറയുന്നൊരു ചിന്തയിലോട്ട് വരും.